السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. बारह रबीउल अव्वल का दिन वो दिन है റബീഉൽ അവ്വൽ 12 ആ ദിവസം ആണ്. അന്ന് ലോകത്ത് ആ പ്രകാശം വന്നു. ആരെയാണോ അല്ലാഹു സിറാജെ മുനീർ എന്ന് വിശേഷിപ്പിച്ചത്, അദ്ദേഹം മുഴുവൻ ലോകത്തിനും ആത്മീയ പ്രകാശം നൽകണമായിരുന്നു. അത് നൽകുകയും ചെയ്തു. അദ്ദേഹം അള്ളാഹുവിന്റെ ഭരണം ലോകത്ത് സ്ഥാപിക്കണമായിരുന്നു. അത് സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹം വർഷങ്ങളായി മൃതരായവർക്ക് ആത്മീയ ജീവിതം നൽകണമായിരുന്നു. അത് നൽകുകയും ചെയ്തു. അദ്ദേഹം ലോകത്തിന് സമാധാനവും ശാന്തിയും നൽകണമായിരുന്നു. അത് നൽകുകയും ചെയ്തു. അദ്ദേഹത്തോട് അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നാം നിന്നെ ലോകത്തിന് കേവലം കാരുണ്യം എന്ന നിലയിൽ മാത്രമാണ് അയച്ചിട്ടുള്ളത്. അത് കേവലം മനുഷ്യർക്ക് മാത്രമല്ല, മറിച്ച് ചരാചരങ്ങൾക്കും എല്ലാവർക്കും കാരുണ്യമായിരുന്നു. അദ്ദേഹം കേവലം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് അമുസ്ലിങ്ങൾക്കും കാരുണ്യമായിരുന്നു. ആണ് അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ അന്ത്യനാൾ വരെ എല്ലാവർക്കും കാരുണ്യമാണ്. അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു അങ്ങേ വിശ്വസിക്കുന്നവരോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ ജീവിത മാതൃകയുണ്ട്. ഏതുപോലെ പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹു കസീറ. നിശ്ചയമായും അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ ജീവിത മാതൃകയുണ്ട്. ആരാണോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷ അർപ്പിക്കുകയും കൂടുതലായി അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്യുന്നത്. ഈ ഉത്തമ ജീവിത മാതൃകയിൽ ചരിക്കാതെ
മുസ്ലിമിനെ മുസ്ലിം എന്ന് പറയാൻ സാധ്യമല്ല. നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി തൗഹീദിന്റെ സംസ്ഥാപനത്തിന്റെ മാതൃകയും കാണിച്ചു തന്നു. ഇബാദത്തിന്റെ മാതൃകയും സ്ഥാപിച്ചു. ഉന്നത സ്വഭാവത്തിന്റെ മാതൃകയും സ്ഥാപിച്ചു കാണിച്ചു. സൃഷ്ടികളോടുള്ള കടമകളുടെ മാതൃകയും സ്ഥാപിച്ചു കാണിച്ചു തന്നു. എന്നാൽ ഖേദകരം, ഇന്ന് മുസ്ലിം ഭൂരിപക്ഷം അങ്ങയോടുള്ള സ്നേഹത്തിന്റെ വാദം ഉന്നയിക്കുന്നവരാണ്. എന്നാൽ അവരുടെ കർമ്മം അതിന് തികച്ചും വിരുദ്ധമാണ്. ഏതൊന്നിന്റെ അധ്യാപനമാണോ നമ്മുടെ യജമാനൻ ഹദ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നത്, എപ്രകാരമാണോ അവിടുന്ന് പ്രവർത്തിച്ചു കാണിച്ചു തന്നത്, അവിടുന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ ആയിക്കൊണ്ടാണ് വന്നത്. എന്നാൽ ഇവർ ആരാണോ സ്നേഹത്തിന്റെ വാദം ഉന്നയിക്കുന്നത്, ഇന്ന് റബീഉൽ അവ്വൽ 12 വലിയ ആവേശത്തോടുകൂടി അവർ ആഘോഷിക്കുന്നു. അതിൽ ഈ ഒരു പ്രതിജ്ഞ ചെയ്യുന്നതിന് പകരം, അതായത് ഓ അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നിന്റെ മാതൃകയിൽ ചരിച്ചുകൊണ്ട് എല്ലായിടത്തും കാരുണ്യം വ്യാപിപ്പിക്കുന്നതായിരിക്കും. അധികവും മുസ്ലിം രാജ്യങ്ങളിൽ ഫിത്നകളുടെയും ഫസാദിന്റെയും അവസ്ഥയാണുള്ളത്. ഇന്ന് ഈ സന്തോഷത്തിന്റെ ദിവസം ഓരോ മുസ്ലിമിന്റെയും കർമ്മം കൊണ്ട് ഈ കാര്യമാണ് പ്രകടമാകേണ്ടിയിരുന്നത്. നാം ഏതൊരു നബിയെ വിശ്വസിക്കുന്നവരാണോ, അദ്ദേഹം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചക്രവർത്തിയാണ്. അവിടുന്ന് ലോകത്തിന് കാരുണ്യമായിട്ടാണ് വന്നത്. അദ്ദേഹം അള്ളാഹുവിനോടുള്ള ഇബാദത്തിന്റെ ഉന്നതമായ നിലവാരം കരസ്ഥമാക്കിയ ആളാണ്. അവിടുന്ന് ഉന്നത സ്വഭാവ ഗുണങ്ങളുടെ നിലവാരത്തിന്റെ ഔന്നിത്യത്തിലുള്ള ആളാണ്. നാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവന്റെ സുന്നത്തനുസരിച്ച് ചരിക്കുന്നവരാണ്. ഇന്നത്തെ ദിവസം ഈ നബിയുടെ സന്തോഷത്തിന്റെ ദിവസത്തിൽ സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഉറവകൾ നമ്മളിൽ നിന്ന് നിർഗളിക്കുന്നതായിരിക്കും. ഇതാണ് ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരോട് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഞങ്ങളിൽ നിന്നുള്ളത്. ഈ അധ്യാപനമാണ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ കുഴപ്പത്തിന്റെ അവസ്ഥയാണുള്ളത്. എന്നല്ല, അമുസ്ലിം ലോകവും മുസ്ലിങ്ങൾ കാരണം ചിലയിടങ്ങളിൽ ഭയചകിതരാണ്. പാകിസ്ഥാനിൽ ഈ ഭയം കാരണം ഫിത്നയുടെയും ഫസാദിന്റെയും അഗ്നി ഒരിടത്ത് നിന്ന് മറ്റിടങ്ങളിലേക്ക് പടരുമോ എന്ന ഭയം കാരണം ചില നഗരങ്ങളിൽ ഇന്ന് മൊബൈൽ ഫോണിന്റെ സർവീസ് തടഞ്ഞിരിക്കുകയാണ്. പോലീസിന്റെ വലിയ വലിയ സംഘങ്ങൾ എല്ലാ ജംഗ്ഷനുകളിലും റോഡുകളിലും നിൽക്കുകയാണ്. ഇതാണോ ആ നബിയുടെ ജനനത്തിന്റെ സന്തോഷം ആഘോഷിക്കേണ്ട രീതി? എല്ലാ സത്പ്രകൃതക്കാരായ മനുഷ്യരും ഭയചകിതരാണ്. ഭരണകൂടം നിയമം നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി ലോ ആൻഡ് ഓർഡറിനായി ആശങ്കയിലാണ്. നമ്മുടെ പ്രിയ യജമാനന്റെ പേരിൽ അഹമ്മദികൾക്കെതിരിൽ ചീത്തവിളിയും നിരർത്ഥക കാര്യങ്ങൾ വിളിച്ചു പറയുന്നതും എന്നും ഉള്ള രീതിയാണ്. എന്നാൽ ഇന്ന് ഈ കാര്യത്തിലും കാഠിന്യം ഉണ്ടായിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷത്തിൽ തങ്ങളുടെ ഭാവനയിൽ ഈ ആളുകൾ ഈ കർമ്മങ്ങൾ കൊണ്ട് ഈ മഹാനായ നബിയുടെ ബഹുമാനവും സ്ഥാനവും ഉയർത്തുകയാണ്. ഏതാനും ദിവസമായി പാകിസ്ഥാനിലെ അനേകം നഗരങ്ങളിൽ നടന്ന ഘൊരാവ്, വളയൽ, ധർണ അത് സത്പ്രകൃതക്കാരായ എല്ലാ പൗരന്മാരെയും പ്രയാസപ്പെടുത്തി. കച്ചവട ജീവിതം നിന്നുപോയിരുന്നു. ഒരു രോഗിക്കും ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കുമായിരുന്നില്ല. സ്കൂളുകൾ അടക്കപ്പെട്ടു. എന്നല്ല, മാർക്കറ്റുകളും കടകളും വരെ അടപ്പിച്ചു. വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതിരുന്ന ഒരു വ്യക്തി തന്റെ കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ ധനനഷ്ടവും സമൂഹത്തിനുണ്ടായി.
ഇതെല്ലാം തന്നെ ഈ നാമധാരികളായ പണ്ഡിതന്മാരുടെ ഹുബ്ബെ റസൂൽ എന്ന മുദ്രാവാക്യ കാരണത്താലാണ് ഉണ്ടായത്. ആ റസൂൽ അവിടുന്ന് റഹ്മത്തുല്ലിൽ ആലമീനായിട്ടാണ് വന്നത്. അവിടുന്ന് നമുക്ക് ഈ അധ്യാപനം നൽകി വഴിയോടുള്ള കടമകൾ നിറവേറ്റുക. അവിടുന്ന് പറഞ്ഞു, മാർക്കറ്റിൽ ബഹളവും ഒച്ചപ്പാടും ഉണ്ടാക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. അവിടുന്ന് പറഞ്ഞു, വഴികളിൽ ഇരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ വഴികളിൽ ഇരിക്കാൻ നിർബന്ധിതരാണ്. കാരണം ആ കാലഘട്ടത്തിൽ കച്ചവട സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല, ഓഫീസുകൾ ഉണ്ടായിരുന്നില്ല. അവിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കച്ചവടപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനു വേണ്ടി, അതുകൊണ്ട് മാർക്കറ്റുകളിൽ ഇരുന്ന് വഴികളിൽ ഇരുന്നാണ് അത് തീരുമാനിച്ചിരുന്നത്. അവിടുന്ന് ഈ കാര്യം കേട്ടുകൊണ്ട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ വഴിയോടുള്ള കടമകൾ നിറവേറ്റുക. ചോദിക്കപ്പെട്ടു, യാ റസൂലുള്ളാഹ്, വഴിയോടുള്ള കടമകൾ എന്താണ്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദൃഷ്ടികൾ താഴേക്ക് വെക്കുക, പ്രയാസം നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക, ഇത് വഴിയോടുള്ള കടമകളാണ്. സലാമിന് മറുപടി നൽകുക, ഇതും വഴിയോടുള്ള കടമയാണ്. നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക, ചീത്ത കാര്യങ്ങളിൽ നിന്ന് തടയുക, ഇത് വഴിയോടുള്ള കടമയാണ്. എന്നാൽ ഇവർ പ്രവാചക അഭിമാനത്തിന്റെ പേരിൽ വഴി തടഞ്ഞുകൊണ്ട് ആളുകളെ പ്രയാസത്തിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ടും ഇവർ തങ്ങളുടെ ഭാവനയിൽ ദീനിന്റെ കരാറുകാരാണ്. തങ്ങളുടെ ഇഷ്ടത്തിന്റെ നിലവാരമനുസരിച്ച് ഇഷ്ടപ്പെടുന്നവരെ കാഫിറാക്കുന്നു, ഇഷ്ടപ്പെടുന്നവരെ മുസ്ലിമാക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും ഇത് ഇവരുടെ കർമ്മമാണ്. ഇത് ഇവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ സ്വായത്തമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനവും അങ്ങയുടെ മാതൃകക്കും ഈ കാര്യങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ല. ഇവർ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ. എന്നാൽ നാം അഹമ്മദികളുടെ ജോലിയാണ് നാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയുടെ എല്ലാ വശങ്ങളും നോക്കുക, ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനായി പൂർണ്ണമായും പരിശ്രമിക്കുക, തങ്ങളുടെ മുഴുവൻ ശക്തി കൊണ്ടും കഴിവുകൊണ്ടും പരിശ്രമിക്കുക. ഇപ്പോൾ ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുമായി ബന്ധപ്പെട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില വശങ്ങൾ വിവരിക്കുന്നതാണ്. അള്ളാഹുവിനോടുള്ള അങ്ങയുടെ സ്നേഹം, അതിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരസ്തിത്വത്തിന്റെ പ്രേമിയും വിലയം പ്രാപിച്ചവനുമായി തീർന്നു. പിന്നീട് അത് പ്രാപിച്ചു ഏതൊന്നാണോ ലോകത്തിലെ ഒരാൾക്കും ഒരിക്കലും ലഭിക്കാതിരുന്നത്. അങ്ങേക്ക് അള്ളാഹുവിനോട് ഇത്രമാത്രം സ്നേഹമായിരുന്നു, സാധാരണ ജനങ്ങളും പറയുമായിരുന്നു, അഷിക മുഹമ്മദൻ അലാ റബ്ബിഹി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാഥനിൽ ആഷിക്കായി മാറിയിരിക്കുന്നു. പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറയുന്നു, ഈ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ മുശ്രിക്കീങ്ങൾ മാലിന്യങ്ങളാണ്, അഴുക്കാണ്, സൃഷ്ടികളിൽ നികൃഷ്ടരാണ്, വിഡ്ഢികൾ ആണ്, ശൈത്താന്റെ സന്തതികളാണ്, അവരുടെ ആരാധകർ നരകത്തിന്റെ ഇന്ധനവും നരകത്തിന് മതിയായവരുമാണ്. അപ്പോൾ അബൂ താലിബ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ സഹോദരപുത്ര, ഇപ്പോൾ നിന്റെ ചീത്ത പറച്ചിൽ കാരണം സമുദായം വളരെയധികം പ്രകോപിതരാണ്. അടുത്തു തന്നെ അവർ നിന്നെ വധിച്ചു കളഞ്ഞേക്കാം, അതോടൊപ്പം തന്നെ എന്നെയും. നീ അവരുടെ ബുദ്ധിമാന്മാരെ വിഡ്ഢികൾ എന്ന് പറഞ്ഞിരിക്കുന്നു, അവരുടെ മുതിർന്നവരെ നികൃഷ്ടരായ സൃഷ്ടികൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ ബഹുമാന ആദരവോടുകൂടി കാണുന്നവരുടെ പേര് നരകത്തിന് മതിയായവരെന്നും നരകത്തിന്റെ ഇന്ധനമെന്നും പറഞ്ഞിരിക്കുന്നു. പൊതുവിൽ ഇവരെല്ലാവരെയും മാലിന്യമെന്നും ശൈത്താന്റെ സന്തതികൾ എന്നും
അഴുക്കെന്നും പറഞ്ഞിരിക്കുന്നു. ഞാൻ നിന്റെ അഭ്യുദയകാംക്ഷി എന്ന നിലയിൽ പറയുന്നു, നിന്റെ നാവിനെ അടക്കി വെക്കുക, ചീത്ത പറയുന്നത് വിട്ടുനിൽക്കുക, അല്ല എങ്കിൽ സമൂഹത്തെ നേരിടാനുള്ള ശക്തി എനിക്കില്ല. അങ്ങയുടെ പിതൃവ്യൻ അങ്ങയോട് ഇപ്രകാരം പറഞ്ഞു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി പറഞ്ഞു, എന്റെ പിതൃവ്യരെ, ഇത് ചീത്ത പറച്ചിലല്ല, മറിച്ച് സത്യസംഭവത്തിന്റെ പ്രകടനവും കാര്യത്തിന്റെ യാഥാർത്ഥ്യം വിവരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഇതിനു വേണ്ടിയാണ് എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നത്. ഇത് കാരണം എനിക്ക് മരിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷത്തോടുകൂടി മരണത്തെ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്റെ ജീവിതം ഈ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ മരണഭയം നിമിത്തം സത്യം പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയില്ല. എന്റെ പിതൃവ്യരെ, അഥവാ താങ്കൾക്ക് താങ്കളുടെ ബലഹീനതയും പ്രയാസത്തെയും കുറിച്ചാണ് ചിന്ത എങ്കിൽ താങ്കൾ എന്നെ താങ്കളുടെ അഭയത്തിൽ വെക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. അള്ളാഹു ആണ് സത്യം, താങ്കളുടെ ഒരു ആവശ്യം എനിക്കില്ല. ഞാൻ ദൈവകൽപ്പന എത്തിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിട്ടുനിൽക്കുകയില്ല. എനിക്ക് എന്റെ യജമാനന്റെ കൽപ്പനകൾ എന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ്. അള്ളാഹു ആണ് സത്യം, അഥവാ ഞാൻ ഈ മാർഗത്തിൽ വധിക്കപ്പെട്ടാലും ആഗ്രഹിക്കുന്നത് കൂടെ കൂടെ ജീവിക്കുകയും വീണ്ടും മരിച്ച് ഈ മാർഗത്തിൽ മരിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. അത് ഭയത്തിന്റെ സ്ഥാനം അല്ല, മറിച്ച് എനിക്ക് ഈ കാര്യത്തിൽ അങ്ങേയറ്റത്തെ അനുഭൂതിയാണുള്ളത്. അവന്റെ മാർഗത്തിൽ പ്രയാസം സഹിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രസംഗം നടത്തുകയായിരുന്നു. മുഖത്ത് സത്യവും പ്രകാശവും നിറഞ്ഞിരുന്ന വേദനയും വ്യക്തമായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ സത്യത്തിന്റെ പ്രകാശം കണ്ട് അനിയന്ത്രിതമായി അബൂ താലിബിന്റെ കണ്ണുനീരൊഴുകി. പറഞ്ഞു, ഞാൻ നിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് അറിവില്ലാത്തവനായിരുന്നു. നീ മറ്റൊരു നിറത്തിലും മറ്റൊരു അവസ്ഥയിലുമാണ്. അതുകൊണ്ട് പോയി നിന്റെ ജോലിയിൽ മുഴുകുക. ഞാൻ ജീവനോടെ ഇരിക്കുന്നതുവരെ എനിക്ക് ശക്തിയുള്ളിടത്തോളം ഞാൻ നിന്നെ സഹായിക്കുന്നതാണ്. ഇന്ന് നമ്മൾ അഹമ്മദികളുടെ മേൽ ഈ ആരോപണം ഉന്നയിക്കുന്നു. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ചത് കാരണം ഇവർ കാഫിറാണ്. ഞാൻ വിവരിച്ച ഈ സംഭവം നാം ചരിത്രത്തിൽ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു. എന്നാൽ ഏതൊരു അനിയന്ത്രിതാവസ്ഥയും ഹൃദയാവസ്ഥയിലുമാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് വിവരിച്ചിരിക്കുന്നത്, ഇതിൽ നിന്ന് അങ്ങയുടെ മുഹമ്മദ് അറബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുരക്തിയുടെ പ്രകടനം കാണാൻ സാധിക്കുന്നതാണ്. ഈ മാധ്യമത്തിലൂടെ പിന്നീട് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ മാർഗവും കാണാൻ സാധിക്കുന്നതാണ്. ഏതൊന്നാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്. പിന്നീട് ഇഷ്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ എപ്പോഴും അത്ഭുത ദൃഷ്ടിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഈ അറബി പ്രവാചകൻ, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിരക്കണക്കിന് സ്വലാത്തും സലാമും അങ്ങയുടെ മേൽ വർഷിക്കുമാറാകട്ടെ. അവിടുന്ന് എത്രമാത്രം ഉന്നത സ്ഥാനീയനായ നബിയാണ്. അദ്ദേഹത്തിന്റെ ഉന്നത സ്ഥാനത്തിന്റെ ഔന്നിത്യം അറിയാൻ സാധിക്കുകയില്ല. അങ്ങയുടെ വിശുദ്ധീകരിക്കാനുള്ള ശക്തിയുടെ സ്വാധീനം അനുമാനിക്കുക എന്നത് മനുഷ്യന്റെ ജോലിയിൽപ്പെട്ടതല്ല. ഖേദകരം, അങ്ങയുടെ സ്ഥാനം തിരിച്ചറിയേണ്ട വിധം തിരിച്ചറിഞ്ഞില്ല. ലോകത്ത് നിന്ന് മറഞ്ഞു പോയ ആ തൗഹീദ് വീണ്ടും ലോകത്ത് കൊണ്ടുവന്നത് ആ യോദ്ധാവ് തന്നെയാണ്. അവിടുന്ന് അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ നിലയിൽ സ്നേഹബന്ധം പുലർത്തി. അങ്ങേയറ്റത്തെ അവസ്ഥയിൽ മനുഷ്യ സമൂഹത്തോടുള്ള സ്നേഹത്തിൽ അങ്ങയുടെ ജീവൻ ഉരുകിത്തീർന്നു. ഈ രണ്ട് കാര്യങ്ങൾ, അള്ളാഹുവിനോടുള്ള സ്നേഹം, മനുഷ്യ സമൂഹത്തോടുള്ള അനുകമ്പയിൽ തന്നെ സ്വയം ലയിപ്പിച്ചു കളയുക. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളെക്കുറിച്ച് അറിവുള്ളവനായിരുന്നു. അദ്ദേഹത്തെ എല്ലാ പ്രവാചകന്മാരെക്കാളും, എല്ലാ അവ്വലീങ്ങളെക്കാളും ആഖിരീങ്ങളെക്കാളും ശ്രേഷ്ഠത നൽകി. അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം തന്നെയാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം. ഏതൊരാളാണോ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാതെ ഏതെങ്കിലും അനുഗ്രഹം സ്വായത്തമാക്കി എന്ന് പറയുന്നത്, അയാൾ മനുഷ്യനല്ല, മറിച്ച് ശൈത്താന്റെ സന്തതിയാണ്. കാരണം എല്ലാവിധത്തിലുള്ള ശ്രേഷ്ഠതകളുടെയും താക്കോൽ അദ്ദേഹത്തിനാണ് നൽകിയിരിക്കുന്നത്. എല്ലാവിധത്തിലുള്ള ആത്മീയ ജ്ഞാനത്തിന്റെയും നിധി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. ആരാണോ അദ്ദേഹം മുഖേന പ്രാപിക്കാത്തത്, അയാൾ എന്നെന്നും നിഷേധിക്കപ്പെട്ടവൻ തന്നെയാണ്. നാം എന്താണ്? നമ്മുടെ യാഥാർത്ഥ്യം തന്നെ എന്താണ്? നാം ഈ കാര്യം ഏറ്റുപറയുന്നില്ല എങ്കിൽ അനുഗ്രഹത്തോട് നന്ദികേട് കാണിക്കുന്നവനായിരിക്കും. യഥാർത്ഥ തൗഹീദ് നാം ഈ നബി മുഖേനയാണ് പ്രാപിച്ചത്.
ജീവനുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞത് നാം ഈ പരിപൂർണ നബിയിലൂടെ അദ്ദേഹത്തിന്റെ പ്രകാശത്തിലൂടെയുമാണ് ലഭിച്ചത്. ദൈവീക ഭാഷണത്തിന്റെയും അഭിസംബോധനയുടെയും സ്ഥാനം ഏതു മുഖേനയാണോ നാം അവന്റെ മുഖം കാണുന്നത്, ഈ മഹാനായ നബി മുഖേനയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ നേർമാർഗമാകുന്ന സൂര്യന്റെ കിരണങ്ങൾ വെയിൽ പോലെ നമ്മുടെ മേൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങേക്ക് നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രകാശിതരായി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ ചരിച്ചുകൊണ്ട് മാത്രമേ യഥാർത്ഥ തൗഹീദിനെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങയുടെ ജീവിത മാതൃക അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാദത്തിന്റെ അടിസ്ഥാനവും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിന്റെ ഉന്നത നിലവാരം എന്തായിരുന്നു? ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ തഹജ്ജുദ് നമസ്കാരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നമസ്കാരത്തിൽ 11 റക്അത്തുകളിൽ കൂടുതൽ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ അത് ഇത്രമാത്രം പ്രിയങ്കരവും ദീർഘമേറിയതും മനോഹരവും ആയിരുന്ന നമസ്കാരമായിരുന്നു. ആ നമസ്കാരത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ചും മനോഹാരിതയെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചും ചോദിക്കാതിരിക്കുക. വാക്കുകൾക്ക് ആ അവസ്ഥയെ വിവരിക്കാൻ സാധിക്കുകയില്ല. ഒരു റിവായത്തിൽ വരുന്നു, നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരു സഹാബി അങ്ങയെ കണ്ടു. അതായത് അവിടുന്ന് ഒറ്റയ്ക്ക് നഫൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നു, ആ സമയത്ത് വിലാപത്തിന്റെ കാഠിന്യം കാരണം അങ്ങയുടെ നെഞ്ചിൽ നിന്ന് ആട്ടുകൾ ആട്ടുമ്പോഴുള്ള ശബ്ദം പോലുള്ള ശബ്ദം വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു റിവായത്തിൽ പ്രകാരം വന്നിരിക്കുന്നു, കലത്തിൽ വെള്ളം തിളക്കുന്നത് പോലുള്ള ശബ്ദം. റിവായത്തിൽ ഈ കാര്യം വരുന്നു, ചില സമയത്ത് നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ അങ്ങയുടെ കാലുകളിൽ നീര് വരുമായിരുന്നു, വിങ്ങി അത് പൊട്ടിപ്പോകുമായിരുന്നു. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ വിവരിക്കുന്നു, ഒരിക്കൽ ഞാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, താങ്കളോട് ഇത്രയധികം പ്രയാസം എന്തിനാണ് സഹിക്കുന്നത്? അള്ളാഹു താങ്കളുടെ മുമ്പും പിൻപുമുള്ള എല്ലാ പാപങ്ങളും പുറത്തു തന്നിരിക്കുന്നുവല്ലോ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ യുഹിബ്ബു അൻ അകൂന അബദൻ ഷക്കൂറ, ഞാൻ അള്ളാഹുവിന്റെ നന്ദിയുള്ളവനായ ദാസനാകാൻ ആഗ്രഹിക്കുന്നില്ലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിന്റെ ഈ നിലവാരം സഹാബാക്കളിൽ ഏതുവിധത്തിലുള്ള പരിവർത്തനമാണ് ഉണ്ടാക്കിയെടുത്തത്? ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ വളരെ ശക്തമായ നിലയിൽ പറയുന്നു, എത്ര തന്നെ കഠിന ശത്രുവായിരുന്നാലും ശരി, അയാൾ ക്രിസ്ത്യാനിയായിരിക്കട്ടെ, ആര്യ സമാജക്കാരനായിരിക്കട്ടെ, അയാൾ ഈ അവസ്ഥകൾ കാണുമ്പോൾ ഏതൊന്നാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് അറബികളിൽ ഉണ്ടായിരുന്നത്, അതിനുശേഷം അങ്ങയുടെ അധ്യാപനം കൊണ്ടും സ്വാധീനം കൊണ്ടും ഉണ്ടായ പരിവർത്തനത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് അനിയന്ത്രിതമായി അങ്ങയുടെ സത്യസാക്ഷ്യത്തിന് സാക്ഷ്യം പറയേണ്ടതായി വരും. വലിയ ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഈ ആദ്യത്തെ അവസ്ഥയുടെ ചിത്രം ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു, ഈ ആളുകളുടെ, അതായത് അറബികളുടെ, അങ്ങേ വിശ്വസിച്ചിരുന്നവർ അവരുടെ ആദ്യത്തെ അവസ്ഥയെക്കുറിച്ച് ഇപ്രകാരം ചിത്രീകരിച്ചിരിക്കുന്നു, യഅകുലൂന കമാ തഅകുലൂനൽ അൻആം, ഏതുപോലെ മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നുവോ അതുപോലെ ഭക്ഷണം കഴിക്കുന്നവരാണ്. അവരുടെ അവസ്ഥ മൃഗങ്ങളെപ്പോലുള്ള അവസ്ഥയാണ്. ഇതവരുടെ സ്വന്തം അവസ്ഥയായിരുന്നു, കുഫ്രിന്റെ അവസ്ഥയായിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ സ്വാധീനം അവരിൽ പരിവർത്തനമുണ്ടാക്കിയപ്പോൾ അവരുടെ അവസ്ഥ ഇതായി മാറി, യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അവർ തങ്ങളുടെ നാഥന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ടും നിന്നുകൊണ്ടും രാത്രി കഴിച്ചുകൂട്ടുന്നവരായി തീർന്നു. ഏതൊരു പരിവർത്തനമാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളാകുന്ന മൃഗതുല്യരിൽ ഉണ്ടാക്കിയെടുത്തത്, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി വസല്ലം പറയുന്നു, ഏതൊരു പരിവർത്തനമാണ് അറബികളിൽ ഉണ്ടാക്കിയത്, ഏതൊരു ഗർത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഔന്നിത്യത്തിന്റെ ഏതൊരു സ്ഥാനത്താണോ അവരെത്തിച്ചത്, ഈ എല്ലാ അവസ്ഥകളുടെ ചിത്രവും നോക്കുന്നതിലൂടെ അനിയന്ത്രിതമായി മനുഷ്യൻ കരഞ്ഞു പോകുന്നു. എത്രമാത്രം മഹത്തായ വിപ്ലവമാണ് അവിടുന്ന് ഉണ്ടാക്കിയത്, അവിടുന്ന് കാണിച്ചു തന്നത്. അവിടുന്ന് പറയുന്നു, ലോകത്തിലെ ഒരു ചരിത്രത്തിലും ഒരു സമൂഹത്തിലും ഇതിന് ഉദാഹരണം കാണാൻ സാധിക്കുകയില്ല. ഇത് കേവലം കഥകളല്ല, ഇത് സംഭവങ്ങളാണ്. അതിന്റെ സത്യതയ്ക്ക് ഒരു കാലഘട്ടം സാക്ഷിയായിരുന്നു. ആദ്യ കൂട്ടരുമായി കൂടിച്ചേരുന്ന ആഖിരീങ്ങളുടെ ഈ ജമാഅത്തിന്റെ നിർബന്ധിത കടമയാണ് ഈ മാതൃകയെ പിൻപറ്റിക്കൊണ്ട്
ഏതുപോലെ സഹാബാക്കൾ ഇബാദത്തിന്റെ നിലവാരം ഉയർത്തിയോ അതുപോലെ നാമും നമ്മുടെ ഇബാദത്തിന്റെ നിലവാരം ഉയർത്തുന്നവരായി തീരുക. കേവലം ഭൗതികതയിൽ മാത്രം മുങ്ങിയവരായി തീരാതിരിക്കുക. ശാഖാ സംഘടനകളും ജമാഅത്ത് വ്യവസ്ഥിതിയും ഈ റിപ്പോർട്ട് നൽകുന്നു. ഞങ്ങളുടെ ഇത്ര ശതമാനം ആളുകൾ നമസ്കരിക്കുന്നവരായി തീർന്നു. 40%, 50%, 60%. നാം ഏതുവരെ 100% ആബിദീങ്ങളെ സൃഷ്ടിക്കുന്നില്ലയോ അതുവരെ നാം സ്വസ്ഥരായിരിക്കാൻ പാടുള്ളതല്ല. കേവലം വ്യവസ്ഥിതി മാത്രമല്ല, മറിച്ച് എല്ലാവരും സ്വയം പരിശോധിക്കേണ്ടതാണ് ഞാൻ ഏതവസ്ഥയിലാണുള്ളത് എന്ന്. പിന്നീട് സത്യത്തിന്റെയും സത്യസന്ധതയുടെയും അങ്ങയുടെ മാതൃക എന്തായിരുന്നു? അങ്ങയുടെ ഏറ്റവും കഠിനനായ ശത്രു നദർ ബിൻ ഹാരിസിന്റെ സാക്ഷ്യം കേൾക്കുക. ഒരിക്കൽ ഖുറൈശി ഗോത്രത്തലവന്മാർ ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി. അതിൽ അബൂജഹലും നദർ ബിൻ ഹാരിസും ഉൾപ്പെട്ടിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാൾ അദ്ദേഹത്തെ മാന്ത്രികൻ എന്ന് പറഞ്ഞു പരത്തണം, അല്ലെങ്കിൽ കള്ളവാദി എന്ന് പ്രചരിപ്പിക്കണം. അപ്പോൾ നദീർ ബിൻ ഹാരിസ് എഴുന്നേറ്റു നിന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഖുറൈശി സംഘമേ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് നേരിടാൻ ഒരു ഉപായവും ഇല്ലാത്തൊരു പ്രശ്നം വന്നിരിക്കുന്നു. പറയുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരു യുവാവായ ആൺകുട്ടിയായി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായ ആളായിരുന്നു. ഏറ്റവും കൂടുതൽ സത്യം പറയുന്ന ആളായിരുന്നു. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശ്വസ്തനായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ ചെവിക്കു മുകളിൽ പ്രായത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതായത് നരച്ച മുടി വരാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശം നിങ്ങൾ പറയുന്നു അദ്ദേഹം മാന്ത്രികനാണ് എന്ന്. അദ്ദേഹത്തിൽ മാന്ത്രികനായി ഒന്നും തന്നെയില്ല. നമ്മളും മാന്ത്രികന്മാരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പറയുന്നു അദ്ദേഹം ജ്യോതിഷിയാണ് എന്ന്. ഞങ്ങളും ജ്യോതിഷിയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു ജ്യോതിഷിയല്ല. നിങ്ങൾ പറയുന്നു അദ്ദേഹം കവിയാണ് എന്ന്. കവിതകളുടെ എല്ലാ തരവും ഞങ്ങൾക്കറിയാം. അദ്ദേഹം കവിയല്ല. നിങ്ങൾ പറയുന്നു അദ്ദേഹം ഭ്രാന്തൻ ആണ് എന്ന്. അദ്ദേഹത്തിൽ ഭ്രാന്തിന്റെ യാതൊരു അടയാളവുമില്ല. അല്ലയോ ഖുറൈശി സംഘമേ, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഒരു വലിയ പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ അബൂജഹൽ ഒരിക്കലും തന്നെ അവിടുത്തെ അങ്ങ് സത്യവാനാണ് എന്ന കാര്യം നിഷേധിച്ചിരുന്നില്ല. അതായത് സത്യം പറയുന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല. അയാൾ പറഞ്ഞു, ഞാൻ താങ്കളെ കള്ളവാദി എന്ന് പറയുന്നില്ല. എന്നാൽ ഏതൊരു അധ്യാപനമാണോ കൊണ്ടുവന്നിരിക്കുന്നത് അത് തെറ്റാണ്. കാരണം അത് ഞങ്ങളുടെ ബിംബങ്ങൾക്കെതിരാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. എപ്പോഴും സത്യം പറയാനാണ് ഉപദേശിച്ചത്. ഏറ്റവും വലിയ ശത്രു പോലും അങ്ങ് കളവ് പറയുന്നവനാണെന്ന് പറയുകയില്ല. ഇത് തന്നെയാണ് അങ്ങയുടെ നുബുവത്ത് സത്യമാണെന്നതിനുള്ള ഏറ്റവും വലിയ സത്യസാക്ഷ്യവും. യഹൂദ പണ്ഡിതൻ അങ്ങയുടെ മുഖം കണ്ടുകൊണ്ട് പറഞ്ഞു, ഇതൊരു വ്യാജവാദിയുടെ മുഖം ആവുക സാധ്യമല്ല. ഇന്നും അങ്ങയുടെ അധ്യാപനവും കർമ്മത്തിന്റെ ഉന്നത നിലവാരവുമാണ് അമുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ സമീപത്തേക്ക് കൊണ്ടുവരിക. ഈ കളവും വഞ്ചനയും ചതിയും ഇസ്ലാമിനെതിരിൽ വെറുപ്പ് വർദ്ധിപ്പിക്കാം, ഇസ്ലാമിന്റെ സമീപത്തേക്ക് കൊണ്ടുവരികയില്ല. ഈ ഭൗതിക കാര്യങ്ങളും തങ്ങളുടെ ഭരണം നിലനിർത്തുന്നതിനും നാമധാരികളായ പണ്ഡിതന്മാരുടെ തങ്ങളുടെ മിമ്പറുകൾ സംരക്ഷിക്കുന്നത് കളവിന്റെ അടിസ്ഥാനത്തിൽ ഇതുകൊണ്ടൊരിക്കലും ഇസ്ലാമിന്റെ മഹത്വം സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ ചരിച്ചുകൊണ്ട് അഹമ്മദികൾ തങ്ങളുടെ സത്യത്തിന്റെ നിലവാരം ഉയർത്താൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ പ്രചരിപ്പിക്കുന്നത് എളുപ്പമായി തീരുന്നതിനു വേണ്ടി തബ്ലീഗിനു വേണ്ടി വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കേണ്ടത് അനിവാര്യമാണ്. കർമ്മത്തിൽ സത്യതയില്ല എങ്കിൽ ആളുകൾ ദീനീ അധ്യാപനവും വ്യാജമായി മനസ്സിലാക്കും. അള്ളാഹുവിന്റെ അസ്തിത്വം ഒരു സത്യമാണ്.
ദീനിൽ ഇസ്ലാം ഒരു സത്യമാണ്. ഈ സത്യത്തെ സത്യം മുഖേന പ്രചരിപ്പിക്കുക എന്നത് ഇന്ന് നമ്മുടെ ജോലിയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഒരു ബുദ്ധിമാന് അംഗീകരിക്കേണ്ടതായി വരുന്നു, ഇസ്ലാമിന്റെ കുറച്ചു കാലം മുമ്പ് എല്ലാ മതങ്ങളും മോശമായി തീർന്നിരുന്നു, ആത്മീയത നഷ്ടപ്പെട്ടു പോയിരുന്നു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നുബുവത്തിന്റെ സത്യത്തിന്റെ പ്രകടനത്തിനായി ഒരു മഹോന്നതനായ മുജദ്ദിദായിരുന്നു. അവിടുന്ന് മറഞ്ഞുപോയ സത്യത്തെ വീണ്ടും ലോകത്ത് കൊണ്ടുവന്നു. ഈ അഭിമാനത്തിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരാളും പങ്കുകാരനായില്ല. അവിടുന്ന് മുഴുവൻ ലോകത്തെയും ഒരു അന്ധകാരത്തിൽ കണ്ടു. പിന്നീട് അവിടുത്തെ ആഗമനത്തോടുകൂടി ആ അന്ധകാരം പ്രകാശത്തിൽ പരിവർത്തിക്കപ്പെട്ടു. ഏതൊരു സമുദായത്തിലാണോ അവിടുന്ന് വെളിപ്പെട്ടത്, ആ സമൂഹം ഷിർക്കിന്റെ വസ്ത്രം അഴിച്ചുമാറ്റി തൗഹീദിന്റെ വസ്ത്രം അണിയുന്നതുവരെ അവിടുന്ന് വഫാത്തായില്ല. ഇതുമാത്രമല്ല, മറിച്ച് അവർ ഉന്നത വിശ്വാസ സ്ഥാനങ്ങളിലെത്തുകയും ചെയ്തു. ആ പ്രവർത്തനം, സത്യം, ആത്മാർത്ഥത, വിശ്വാസം എന്നിവ അവരിൽ നിന്ന് പ്രകടമായി. അതുപോലുള്ള ഉദാഹരണം ലോകത്തിലെ മറ്റൊരു ഭാഗത്തും കാണാൻ സാധ്യമല്ല. ഈ വിജയം, ഇതുപോലുള്ള വിജയം ഒരു പ്രവാചകനും തന്നെ കേവലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കൂടാതെ ലഭിച്ചിട്ടില്ല. ഈ ഒരു വലിയ തെളിവ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനുണ്ട്. അവിടുന്ന് കാലഘട്ടം അങ്ങേയറ്റം അന്ധകാരമായിരുന്ന കാലത്താണ് നിയോഗിക്കപ്പെടുകയും വെളിപ്പെടുകയും ചെയ്തത്. പ്രകൃതിപരമായി തന്നെ ഒരു മഹാനായ പരിഷ്കർത്താവിനെ കാലഘട്ടം ആവശ്യിക്കുകയായിരുന്നു. അവിടുന്ന് പിന്നീട് അത്തരം സമയത്താണ് ലോകത്തോട് വിട പറഞ്ഞത്. അപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ഷിർക്കും ബിംബാരാധനയും ഉപേക്ഷിച്ച് തൗഹീദും നിർമാർഗവും പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഈ പരിപൂർണ പരിഷ്കരണം അങ്ങുമായി പ്രത്യേകപ്പെടുത്തിയതായിരുന്നു. അവിടുന്ന് മൃഗസ്വഭാവരായ ഒരു സമൂഹത്തെ, മൃഗതുല്യരായ ഒരു സമൂഹത്തെ മനുഷ്യ സ്വഭാവങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. മറ്റു വാക്കുകളിൽ പ്രകാരം പറയാം, മൃഗങ്ങളെ മനുഷ്യരാക്കി മാറ്റി, മനുഷ്യരെ സാംസ്കാരിക മനുഷ്യരാക്കി മാറ്റി, പിന്നീട് സാംസ്കാരിക മനുഷ്യരിൽ നിന്ന് ദൈവിക മനുഷ്യരാക്കി മാറ്റി, ആത്മീയതയുടെ അവസ്ഥ അവരിൽ ഊതി, സത്യദൈവവും ആയി അവരെ ബന്ധിപ്പിച്ചു കൊടുത്തു. അഥവാ യഥാർത്ഥ മുസ്ലിം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, സത്യദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്നവരായി തീരണമെന്നുണ്ടെങ്കിൽ സത്യത്തിന്റെ നിലവാരവും ഉന്നതമാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതിന്റെ കടമ ഇന്ന് ആർക്കെങ്കിലും നിറവേറ്റാൻ സ്ഥാപിക്കുമെങ്കിൽ അത് അഹമ്മദികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവർ കാലഘട്ടത്തിന്റെ ഇമാമിനോട് ഈ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അവർ ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നതായിരിക്കും. ഈ പ്രതിജ്ഞയെ കേവലം പ്രതിജ്ഞ മാത്രമാക്കി ഒതുക്കി വെക്കാതിരിക്കുക, മറിച്ച് ഓരോ അഹമ്മദിയുടെയും ഓരോ കർമ്മവും ഇതിന് സാക്ഷിയായിരിക്കേണ്ടതാണ്. അപ്പോഴായിരിക്കും പ്രതിജ്ഞയുടെ സത്യം വെളിപ്പെടുക. ഒരു മഹത്തായ സ്വഭാവ ഗുണം വിനയവും എളിമയും ആണ്. അല്ലെങ്കിൽ ഇപ്രകാരം പറയാം, വിനയത്തിലും എളിമയിലും അങ്ങയുടെ സ്വഭാവ ഗുണം അതിന്റെ പാരമ്യത സ്പർശിക്കുന്നതായിരുന്നു. അങ്ങയുടെ വിനയത്തിന്റെയും എളിമയുടെയും കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ വിവരിക്കുന്നു, ഒരിക്കലും തന്നെ സഹാബാക്കളോ അഹ്ലെ ബൈത്തിൽപ്പെട്ടവരോ, അതായത് വീട്ടുകാരോ ആരെയെങ്കിലും അങ്ങേ വിളിക്കുകയും അവിടുന്ന് അവർക്ക് ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയാതിരിക്കുകയും ചെയ്തതായി ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഹദ്റത്ത് ആയിഷ പറയുന്നു, ഇത് കാരണമാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, താങ്കൾ ഉന്നത സ്വഭാവ ഗുണങ്ങളിൽ അവരോധിതനാണ്. ഹദ്റത്ത് അലി വിവരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെയെങ്കിലും നേർക്ക് മുഖം തിരിച്ചാൽ പൂർണ്ണമായി മുഖം തിരിക്കുമായിരുന്നു. ദൃഷ്ടികളെപ്പോഴും താഴെയായിരിക്കും. ഭൂമിയിലേക്കാണ് അങ്ങയുടെ ദൃഷ്ടി കൂടുതൽ പതിക്കുന്നത് എന്ന് തോന്നുമായിരുന്നു. കാണാൻ വരുന്ന എല്ലാവർക്കും സലാം പറയുന്നതിൽ മുൻപന്തിയിലായിരിക്കും. അവിടുന്ന് പറഞ്ഞു, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്, എന്നാൽ ഇതിൽ അഹങ്കരിക്കേണ്ടതായി ഒന്നുമില്ല. ഖിയാമത്ത് നാളിൽ ഞാൻ ഒന്നാമതായി ഷഫാഅത്ത് ചെയ്യുന്ന ആളായിരിക്കും. ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്ന ആളും ഞാനായിരിക്കും, ആദ്യത്തെ ആളും ഞാനായിരിക്കും. എന്നാൽ ഇതിൽ അഹങ്കരിക്കേണ്ടതായി ഒന്നുമില്ല. ഖിയാമത്ത് നാളിൽ ഹംദിന്റെ കൊടി എന്റെ കൈകളിലായിരിക്കും, എന്നാൽ ഇതിലും അഹങ്കരിക്കേണ്ടതായി ഒന്നുമില്ല. വിനയത്തിന്റെ പാരമ്യതയാണിത്. അങ്ങയുടെ ഓരോ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ഇത് പ്രകടമായിക്കൊണ്ടിരുന്നു. ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, കേവലം അഹങ്കാരത്തിൽ നിന്നും അനാവശ്യമായ അഹംഭാവത്തിൽ നിന്നും താൻ പോരിമയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ്.
വിനയവും എളിമയും കൈക്കൊള്ളണം. നോക്കുക, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഏറ്റവും വലിയവനും യോഗ്യനായ മഹാത്മാവും ആയിരുന്നു. അങ്ങയുടെ വിനയത്തിന്റെയും എളിമയുടെയും മാതൃക വിശുദ്ധ ഖുർആനിലുണ്ട്. എഴുതുന്നു, ഒരന്ധൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ വന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അങ്ങയുടെ അടുത്ത് മക്കയിലെ പ്രമുഖരും നഗരത്തിലെ വലിയ ആളുകളും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അവിടുന്ന് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സംസാരത്തിൽ മുഴുകിയത് കാരണം കുറച്ചു സമയം വൈകി. അങ്ങനെ ആ അന്ധൻ എഴുന്നേറ്റ് പോയി. ഇതൊരു നിസ്സാരമായ കാര്യമായിരുന്നു. അള്ളാഹു ഇതിനെക്കുറിച്ച് ഒരു സൂറത്ത് തന്നെ ഇറക്കി. അങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ വീട്ടിൽ ചെന്നു അദ്ദേഹത്തെ കൂടെ കൊണ്ടുവന്ന് തന്റെ അനുഗ്രഹീതമായ പുതുപ്പ് വിരിച്ച് അതിലിരുത്തി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യഥാർത്ഥ കാര്യം ഇതാണ്: ആരുടെ ഹൃദയത്തിലാണോ അള്ളാഹുവിന്റെ മഹത്വം കുടികൊള്ളുന്നത് അവർക്കുറപ്പായും വിനീതരും നിസ്സാരരും ആകേണ്ടതായി വരുന്നു. കാരണം അവർ അള്ളാഹുവിന്റെ നിരാശത്വത്തെക്കുറിച്ച് എപ്പോഴും ഭയപ്പെടുന്നവരും വിറകൊള്ളുന്നവരും ആയിരിക്കും. അവിടുന്ന് പറയുന്നു, ഏതുപോലെ അള്ളാഹു വിലമതിക്കുന്നവനാണോ അതുപോലെ തന്നെ അവൻ നിരാശ്രയനുമാണ്. അഥവാ ഏതെങ്കിലും ഒരു പ്രവൃത്തി കാരണം കോപിച്ചാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാവരുടെയും കോളം അവസാനിപ്പിക്കും. ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഈ കാര്യങ്ങളെ ഓർക്കുക, ഇതനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങയുടെ സീറത്തിന്റെ ജീവിത മാതൃകയുടെ വിഷയം അവസാനിക്കാത്തൊരു വിഷയമാണ്. എല്ലാ സ്വഭാവങ്ങളിലും അങ്ങയുടെ അതിമഹത്തായ മാതൃകകളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുകയില്ല? അവിടുന്ന് ഒരു മഹാനായ അധ്യാപകനായിരുന്നു, സ്വഭാവം പഠിപ്പിക്കുന്നതിനുള്ള അധ്യാപകനായിരുന്നു. അഥവാ അങ്ങയുടെ അടുത്ത് ഏതെങ്കിലും മോശമായ ഒരാൾ വന്നാൽ പോലും അവിടുന്ന് അദ്ദേഹത്തോടും സ്വഭാവത്തോടു കൂടി പെരുമാറുമായിരുന്നു. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്നു, ഒരാൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരാൻ അനുവാദം ചോദിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കണ്ടപ്പോൾ പറഞ്ഞു, ഇയാൾ തന്റെ വീട്ടിൽ വളരെ മോശം സഹോദരനാണ്. ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം ശരിയല്ല. സഹോദരൻ എന്ന നിലയിൽ തന്റെ കുടുംബത്തിലെ വളരെ മോശമായ മകനാണ്. അയാൾ വന്ന് ഇരുന്നപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശാല ഹൃദയത കാണിച്ചുകൊണ്ട് അയാളോട് വളരെ ഉന്നതമായ നിലയിൽ ഉന്നത സ്വഭാവത്തോടു കൂടി സംസാരിച്ചു. അയാൾ ഒരു മോശം മകനും സഹോദരനുമായിരുന്നിട്ട് കൂടി അയാളിൽ ചില ദുസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അവിടുന്ന് അയാളോട് വളരെ ഉന്നതമായ സ്വഭാവത്തോടു കൂടി സംസാരിച്ചു. അയാൾ തിരിച്ചുപോയപ്പോൾ ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ താങ്കൾ അദ്ദേഹത്തെ കുറിച്ച് ഈ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ അയാളോട് സംസാരിക്കുമ്പോൾ താങ്കൾ വളരെയധികം പ്രസന്നതയോടുകൂടിയാണ് സംസാരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഞാൻ ചീത്ത പറയുന്നതായി നീ എപ്പോഴാണ് കേട്ടിട്ടുള്ളത്? നിശ്ചയമായും അള്ളാഹുവിന്റെ പക്കൽ ഖിയാമത്ത് നാളിൽ മോശമായ വ്യക്തി അയാളായിരിക്കും. ആരാണോ ആരുടെ തിന്മയെ ഭയന്നുകൊണ്ട് ആളുകൾ അയാളെ കണ്ടുമുട്ടുന്നത് ഉപേക്ഷിക്കുന്നുവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അവസരത്തിൽ ചോദിക്കുകയുണ്ടായി, എനിക്കെങ്ങനെയാണ് അറിയാൻ സാധിക്കുക ഞാൻ നല്ലതാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചീത്തയാണ് ചെയ്യുന്നതെന്ന്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ അയൽവാസി ഇപ്രകാരം പറഞ്ഞു കേൾക്കുകയാണെങ്കിൽ നീ നല്ലവനാണ്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കുക നിന്റെ ജീവിത രീതി നല്ലതാണ്. അഥവാ അയൽവാസി പറയുകയാണ് നീ മോശമാണ് എന്ന്, അപ്പോൾ നിന്റെ പെരുമാറ്റ രീതി മോശമാണ്, നീ മോശമാണ്, നിന്റെ പെരുമാറ്റം ശരിയല്ല. തങ്ങളുടെ സ്വഭാവം എല്ലാ അവസ്ഥയിലും നല്ലതാക്കി തീർക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഇതാണ് ഇന്നൊരു അഹമ്മദിയുടെ രീതിയായിരിക്കേണ്ടത്. ഇന്ന് മുസ്ലിങ്ങളിലുള്ള ഫിത്നകൾ, കുഴപ്പങ്ങൾ, അതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ്. അവിടെ സ്വഭാവത്തിന്റെ നിലവാരം വീണുപോയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ മറന്നുപോയിരിക്കുന്നു. കേവലം നാവ് കൊണ്ടുള്ള വാദം മാത്രമാണെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണമായ മാതൃകയെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങൾക്കും മാതൃകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നോക്കുക, അവിടുന്ന് സ്ത്രീകളോട് ഏതു വിധത്തിലാണ് പെരുമാറിയിരുന്നത്. പറയുന്നു, എന്റെ പക്കൽ ആ വ്യക്തി ഭീരുവും ഷണ്ഡനുമാണ്. ആരാണോ
സ്ത്രീകൾക്കെതിരായി നിൽക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ജീവിതം പഠിക്കുക. നിങ്ങൾക്കറിയുന്നതിനു വേണ്ടി അവിടുന്ന് ഉന്നത സ്വഭാവങ്ങളുള്ള ആളായിരുന്നു. അവിടുന്ന് ആദരയുക്തമായ ഭയം ഉള്ള ആളായിരുന്നിട്ടും ഒരു വൃദ്ധയായ സ്ത്രീയും അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു നിർത്തിയാൽ അവർ അനുവാദം നൽകുന്നതുവരെ അവിടുന്ന് നിൽക്കുമായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടു സാധനങ്ങൾ സ്വയം വാങ്ങിച്ചു വരുമായിരുന്നു. ഒരിക്കൽ അവിടുന്ന് ഒരു സാധനം മേടിച്ചു. ഒരു സഹാബി അത് എടുക്കാം, ഞാൻ എടുത്തുകൊള്ളാം, എനിക്ക് നൽകുക എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ സാധനമാണോ അവർ തന്നെ അത് എടുക്കേണ്ടതാണ്. ഇതിനർത്ഥം ഇതല്ല. മുസ്ലിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതിന്റെ ഈ അർത്ഥം എടുക്കരുത്. അവിടുന്ന് വിറകുകെട്ടുകളും ചുമന്നു കൊണ്ടുവരാറുണ്ടായിരുന്നു. പറയുന്നു, ചുരുക്കത്തിൽ ഈ കാര്യങ്ങളിൽ നിന്ന് ഇതാണ് തെളിയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധാരണത്വവും കാണിച്ചു കൂട്ടലില്ലായ്മയും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കുക. അവിടുത്തെ നുബുവത്തിന്റെ കാലഘട്ടത്തിൽ 13 വർഷം പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റേതുമായിരുന്നു. 10 വർഷം ശക്തിയുടെയും ഭരണത്തിന്റെയും കഴിവിന്റെയുമായിരുന്നു. അതിന് എതിർപ്പിൽ അനേകം സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് സ്വന്തം സമുദായം, യഹൂദികൾ, ക്രിസ്ത്യാനികൾ, ബിംബാരാധകർ, മജൂസി മുതലായവർ. ഇവരുടെ ജോലി തന്നെ എന്താണ്? ബിംബാരാധന. അത് അവരുടെ യഥാർത്ഥ ദൈവത്തിന്റെ വിശ്വാസത്തിൽ തികച്ചും വിരുദ്ധമായിട്ടുള്ളതായിരുന്നു. അവർ മറ്റൊരു ജോലിയും ചെയ്യാറുണ്ടായിരുന്നില്ല. ബിംബങ്ങൾക്കെതിരെ ആയിട്ടുള്ള മറ്റൊരു കാര്യവും മദ്യപാനം എന്ന് പറയുന്ന ദിവസം 5 നേരം അല്ലെങ്കിൽ 7 നേരം എന്നല്ല, വെള്ളത്തിനു പകരം മദ്യമാണ് ഉപയോഗിച്ചിരുന്നത്. ഹറാമായ കാര്യങ്ങൾ മാതാവിന്റെ പാലിൽ നിന്ന് ലഭിച്ചതുപോലെയായിരുന്നു. വധം എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു. ലോകത്തിലെ എല്ലാ മാലിന്യവും അന്ധവിശ്വാസങ്ങളും അവരുടെ ഭാഗമായിരുന്നു. ഈ സമൂഹത്തെ പരിഷ്കരിക്കുക, പിന്നീട് അവരെ ശരിയാക്കി തീർക്കുക, പിന്നീട് ഒരു കാലം ഒറ്റക്ക് യാതൊരു സഹായവും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുക. ചിലപ്പോൾ ഭക്ഷിക്കാൻ കിട്ടും, ചിലപ്പോൾ പട്ടിണി കിടന്നു. ഏതാനും ചില സഹായികൾ ലഭിച്ചുവെങ്കിൽ പോലും അവരുടെ അവസ്ഥയും ഓരോ ദിവസവും വളരെ മോശമായിരുന്നു. പട്ടിണിയുടെ അവസ്ഥ ഉണ്ടാകുമായിരുന്നു. കൂടെയുള്ളവർ മുസ്ലിങ്ങൾ, അവർക്കും ദിവസവും അടിയും മർദ്ദനവും ഏൽക്കുമായിരുന്നു. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, നിസ്സഹായരായിരുന്നു, നിരാലംബരായിരുന്നു, സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നീട് രണ്ടാമത്തെ കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഴുവൻ അറേബ്യൻ ദ്വീപും ഒരു ഭാഗം മുതൽ മറുഭാഗം മുതൽ കീഴിൽ അടിമയെപ്പോലെയായി തീർന്നു. ആർക്കും എതിർപ്പിനൊന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല. അഥവാ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ മുഴുവൻ അറബികളെയും കൊന്നൊടുക്കാൻ സാധിക്കുമായിരുന്നു. അഥവാ ഏതെങ്കിലും ഭൗതിക മനുഷ്യനായിരുന്നുവെങ്കിൽ അവരോട് പ്രവർത്തനങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ള നല്ല അവസരമായിരുന്നു. മറിച്ച് മക്ക വിജയം ഉണ്ടായപ്പോൾ ലാ തസ്രീബ അലൈക്കുമുൽ യൗം എന്നാണ് പറഞ്ഞത്. ഈ വിധത്തിൽ 2 കാലഘട്ടവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായത്. രണ്ടുമായി ബന്ധപ്പെട്ട് നല്ലപോലെ അന്വേഷിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഒരാവേശത്തോടും ഒരു ഉന്മേഷത്തിന്റെയും കാര്യമുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത സ്വഭാവ ഗുണങ്ങൾ എല്ലാ വിധത്തിലും വെളിപ്പെട്ട് കഴിഞ്ഞിരുന്നു. അങ്ങയുടെ ക്ഷമ, സ്ഥിരചിത്തത, പരിശുദ്ധി, അനുകമ്പ, ധൈര്യം, ദാനധർമ്മം എന്നിവയെല്ലാം എല്ലാ സ്വഭാവങ്ങളും പ്രകടമായി കഴിഞ്ഞിരുന്നു. ഒരു ഭാഗവും തന്നെ ബാക്കിയായി ഉണ്ടായിരുന്നില്ല. ഇന്ന് അഥവാ യഥാർത്ഥ സന്തോഷം ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാതൃകയെ ചലിച്ചുകൊണ്ടാണ് ആഘോഷിക്കാൻ സാധിക്കുക. അവിടെ ഈ ഒരു നിലവാരം ഉണ്ടായിരിക്കണം. തൗഹീദിൽ പരിപൂർണമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ഉന്നത സ്വഭാവ ഗുണങ്ങളുടെ നിലവാരം ഉയർന്നിരിക്കണം. ഇതില്ല എങ്കിൽ നമ്മളിലും അന്യരിലും യാതൊരു വ്യത്യാസവും ഇല്ല. ഇന്ന് ചിന്ന ഭിന്നമായിരിക്കുന്ന ആളുകൾ താൽക്കാലിക നേതാക്കന്മാരുടെയും നാമധാരികളായ പണ്ഡിതന്മാരുടെയും പിന്നാലെ പോയിക്കൊണ്ട് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവരിലും നമ്മളിലും നമ്മൾ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിന്റെ തേട്ടം എല്ലാ പ്രവൃത്തിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ മുന്നിൽ വെക്കുക എന്നുള്ളതാണ്. അല്ലാഹു
ഈ വിധത്തിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത സ്വഭാവ സ്ഥാനത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ആ മനുഷ്യൻ, ആ പരിപൂർണ മനുഷ്യൻ, പരിപൂർണ നബി, അദ്ദേഹം അങ്ങേയറ്റം പരിപൂർണമായ നിലയിലായിരുന്നു, പരിപൂർണമായ പ്രകാശത്തോടുകൂടി വന്നു. അദ്ദേഹം മുഖേന ഉണ്ടായ ആത്മീയമായ പുനരുജ്ജീവനം കാരണം ലോകത്തിലെ ആദ്യത്തെ ഖിയാമത്ത് സംഭവിച്ചു. മൃതമായ ഒരു ലോകം അദ്ദേഹം മുഖേന ജീവനുള്ളതായി തീർന്നു. അനുഗ്രഹീത പ്രവാചകൻ ഖാത്തമുൽ അംബിയ, ഇമാമുൽ അസ്ഫിയ, ഖത്തമുൽ മുർസലീൻ, ഫഖറുൻ നബിയീൻ ജനാബെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അല്ലയോ പ്രിയപ്പെട്ട അല്ലാഹുവേ, ഈ പ്രിയപ്പെട്ട നബിയുടെ മേൽ റഹ്മത്തും സ്വലാത്തും അയച്ചുകൊണ്ടിരിക്കുക. ലോകാരംഭം മുതൽ നീ ആരുടെ മേലും അയക്കാത്ത വിധം. ഈ മഹാനായ പ്രവാചകൻ ലോകത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ എത്രമാത്രം ചെറിയ ചെറിയ പ്രവാചകന്മാരാണ് ലോകത്ത് വന്നത്. ഇതുപോലെ യൂനുസ്, അയ്യൂബ്, മസീബിൻ മറിയം, മലാക്കി, യഹിയ, സക്കരിയ മുതലായവർ. അവരുടെ സത്യതയ്ക്ക് ഞങ്ങളുടെ പക്കൽ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും തന്നെ ബഹുമാന്യരും അള്ളാഹു തിരഞ്ഞെടുത്തവരും പ്രിയപ്പെട്ടവരുമായിരുന്നുവെങ്കിൽ പോലും ഈ നബിയുടെ ഔദാര്യമാണ് ഇവരും ലോകത്ത് സത്യവാൻമാരായി മനസ്സിലാക്കപ്പെട്ടു. അല്ലാഹുമ്മ സല്ലി വസല്ലി അലൈഹി വബാരിക് അലൈഹി വസഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. അത് ബഹുമാനപ്പെട്ട സിസ്റ്റർ സൽമ ഗനി സാഹിബ അമേരിക്കയുടേതാണ്. ഫിലാഡൽഫിയയിലാണ് താമസിച്ചിരുന്നത്. നവംബർ 20 83-ാമത്തെ വയസ്സിൽ ഇവർ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അമീർ സാഹിബ് അമേരിക്ക എഴുതുന്നു, 1960-61 26-ാമത്തെ വയസ്സിലാണ് ഇവർ ബൈഅത്ത് ചെയ്തത്. ജമാഅത്തിൽ ചേർന്നു. ജോലി പരമായി സ്കൂൾ ടീച്ചറായിരുന്നു. 1975-76 ജൽസ റബോയിൽ പങ്കെടുക്കാൻ ഇവർക്ക് തൗഫീക്ക് ലഭിച്ചു. വളരെ സന്തോഷത്തോടുകൂടി അവിടുത്തെ സംഭവങ്ങളും അതിർത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആലയുമായിട്ടുള്ള മുലാഖാത്തിനെ കുറിച്ചും പറയുമായിരുന്നു. ഇവർക്ക് ഏകദേശം 15 വർഷം സദർ ലജ്നായി അമേരിക്ക ആയിക്കൊണ്ട് സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. അവർ വളരെ അധ്വാനത്തോടുകൂടി പ്രവർത്തിച്ചു. ലജ്നായുമായുള്ള അമേരിക്കയെ ഒരു പുതിയ ലെവൽ വരെ എത്തിച്ചു. അവർക്ക് പല പ്രാവശ്യം ഫിലാഡൽഫിയ ലജ്ന സദറായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. മർഹൂമ 5 നേര നമസ്കാരം കൂടാതെ തഹജ്ജുദ് നമസ്കാരം പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിക്കുമായിരുന്നു. എപ്പോഴും ജമാഅത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുമായിരുന്നു. അവരുടെ വലിയ ആഗ്രഹമായിരുന്നു ഫിലാഡൽഫിയയിലെ പള്ളി പൂർത്തിയാകണമെന്ന്. അതിനായി അവർ ദുആ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി പെട്ടെന്ന് തന്നെ പൂർത്തിയാകും എന്നാണ് വിചാരിക്കുന്നത്. ബഹുമാനപ്പെട്ട അമീർ സാഹിബ് എഴുതുന്നു, പ്രാദേശിക സദർ സാഹിബ് പറയുന്നു, ഒരു സദർ ജമാഅത്ത് എന്ന നിലയിൽ എന്നോട് വളരെ അനുസരണത്തോടു കൂടിയുള്ള സഹായവും സഹകരണമാണ് ഉണ്ടായിരുന്നത്. എല്ലാ ആക്ടിവിറ്റീസും ഷെയർ ചെയ്യുമായിരുന്നു. സദർ സാഹിബ് പറയുന്നു, 2 മാസം മുമ്പ് അവർക്ക് ആമാശയത്തിന് ക്യാൻസർ ആണെന്നറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ മരണത്തിന് ഒരാഴ്ച മുമ്പ് അവരെ കാണാനായി പോയി. അപ്പോൾ പറയുന്നു, എന്റെ വസിയത്ത് കേൾക്കുക. ഡോക്ടർ 4-6 മാസം പറയുന്നു, എന്നാൽ ഏതാനും ദിവസത്തെ കാര്യമാണുള്ളത്. ജനാസ താങ്കൾ നമസ്കരിപ്പിക്കണം. 3 ദിവസത്തിൽ കൂടുതൽ കാത്തിരിക്കരുത്. വില്ലിംഗ്പോ മസ്ജിദിൽ ജനാസ നടത്തുക. ഖബറിനുള്ള സംവിധാനം ഫിലാഡൽഫിയയിൽ ചെയ്തിട്ടുണ്ട്. മർഹൂമക്ക് മക്കളുണ്ടായിരുന്നില്ല. കുടുംബത്തിൽ അഹമ്മദിയോ മുസ്ലിമോ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങയുടെ മറ്റു സഹോദരങ്ങളോട് പെരുമാറ്റം വളരെ നല്ല നിലയിലായിരുന്നു. സദർ ലജ്ന അമേരിക്ക എഴുതുന്നു, അവർ ക്രിസ്തീയ സാഹചര്യത്തിലാണ് വളർന്നത്. എന്നാൽ 15-ാം വയസ്സ് മുതൽ തന്നെ അവരുടെ ഉള്ളിൽ ഹദ്റത്ത് ഈസ അലൈഹി ഇസ്ലാമിന്റെ കുരിശുമരണത്തെക്കുറിച്ചും ക്രിസ്ത്യാനികളുടെ തെറ്റായ പാപപരിഹാര സിദ്ധാന്ത വിശ്വാസത്തെക്കുറിച്ചും ചോദ്യം ഉയരാൻ തുടങ്ങി. അവർ അത്തരത്തിലുള്ള ഒരു മതത്തിന്റെ അന്വേഷണത്തിലായിരുന്നു. ഏതൊന്ന് മുഖേനയാണോ അവരുടെ ഹൃദയത്തിനും ബുദ്ധിക്കും സമാധാനം ലഭിക്കുന്നത്. ഈ അന്വേഷണത്തിൽ അവർ കത്തോലിക്കസം ഗഹനമായ രീതിയിൽ പഠിച്ചു. മറ്റു മതങ്ങളും ബുദ്ധമതം, ഹിന്ദുമതം, അതുപോലെ തന്നെ ക്രിസ്തുമതത്തിലെ മറ്റു വിഭാഗങ്ങളെക്കുറിച്ചും അറിവ് കരസ്ഥമാക്കി. എല്ലാ മതങ്ങളിലും നല്ല അധ്യാപനങ്ങൾ ലഭിച്ചു. എന്നാൽ അതിൽ ഒരു മതവും തന്നെ അങ്ങയുടെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്ന പ്രീതി ലഭിച്ചില്ല. ഇതിനിടയ്ക്ക് അവരോട് വളരെ കുറച്ചു കാലം ആയി ഇസ്ലാം സ്വീകരിച്ച അവരുടെ ഒരു സുഹൃത്ത് അവർക്കൊരു ലീഫ്ലെറ്റ് നൽകി. അതിലെഴുതിയിരുന്നു, ഹദ്റത്ത് ഈസ അലൈഹി ഇസ്ലാം കുരിശിൽ മരിച്ചിട്ടില്ല. ഈ പോംഫ്ലെറ്റ് കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവർ പറഞ്ഞു, ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ജീവിച്ചു. എന്റെ അസ്തിത്വത്തിന്റെ ഒരു ഭാഗം വർഷങ്ങളായി മൃതമായിരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ പോംഫ്ലെറ്റിൽ
അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ പള്ളിയിൽ പോയി അവിടെ നിന്ന് ചില പുസ്തകങ്ങൾ വാങ്ങിച്ചു, അത് വായിക്കുകയും ചെയ്തു. അവസാനം അമേരിക്കൻ നഗരം ഫിലാഡൽഫിയയിൽ വെച്ച് ബൈഅത്ത് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചു. അവർ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം ശ്വാസം വരെ ഈ സ്ഥലത്ത് താമസിച്ചു. ഒരിക്കൽ പറഞ്ഞു, ആ പോംഫ്ലെറ്റ് അതിൽ എഴുതിയിരുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണം കുരിശിലല്ല, അതാണ് എന്റെ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണമായി തീർന്നത്. ആ സത്യം യഥാർത്ഥവും അടുത്തിട്ടുള്ള ആണ്. അഹമ്മദി എന്ന നിലയിൽ 54 വർഷത്തെ ജീവിതം നയിച്ചു. അതിൽ അവർ ജമാഅത്തുമായും ഖിലാഫത്തിനോടും സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ഉന്നതമായ മാതൃക കാണിച്ചു. അനുസരണത്തിൽ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരുന്നു. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ 15 വർഷം സദർ ലജ്നയുമായിക്കൊണ്ട് സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം പ്രത്യേക ക്ഷണിതാവ് ലജ്ന എന്ന നിലയിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ആഫ്രിക്കൻ അമേരിക്കൻ ലജ്ന ഡെസ്ക് കൂടിയാലോചന കമ്മിറ്റിയുടെ സദർ ആയിക്കൊണ്ടും സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. അവിടെ ഹൃദയം എല്ലായ്പ്പോഴും തബ്ലീഗ് പരമായ കാര്യങ്ങളിലേക്ക് ചാഞ്ഞുകിടക്കുന്നതായിരുന്നു. അവരുടെ ബന്ധം ക്രിസ്തീയ കുടുംബവുമായിട്ടായിരുന്നു. അതുകൊണ്ട് വളരെ പണ്ഡിതോചിതമായ നിലയിൽ സ്വാധീനമുണ്ടാക്കുന്ന വിധം ക്രിസ്ത്യാനികൾക്ക് തബ്ലീഗ് ചെയ്യുമായിരുന്നു. ഇവരുടെ പരിശ്രമ ഫലമായി അനേകം ആളുകൾക്ക് അഹമ്മദിയത്ത് ലഭിച്ചു. അങ്ങനെ ഒരുപാട് പേരുടെ പരിഷ്കരണത്തിന് ഇവർ കാരണമായി മാറി. എപ്പോഴും സാഹോദര്യത്തെയും സ്നേഹത്തെയും അനുകമ്പയോടുകൂടി പെരുമാറുന്നതിനെ കുറിച്ച് ഉപദേശിക്കുമായിരുന്നു. ഘാന, നൈജീരിയ എന്നിവിടങ്ങളിൽ പല പ്രാവശ്യം യാത്ര ചെയ്തുകൊണ്ട് എല്ലായിടത്തും അവർ ആന്റി സൽമഗനി എന്ന പേരിൽ അറിയപ്പെടുമായിരുന്നു. അമേരിക്ക ജമാഅത്തിൽ നിശ്ചയമായും എപ്പോഴും ഒരു പരിശുദ്ധയും മുത്തക്കയും പ്രിയപ്പെട്ടവളുമായ വനിത എന്ന നിലയിൽ സ്മരിക്കപ്പെടും. അള്ളാഹു മർഹൂമയുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. അള്ളാഹു ഇവർ മുഖേന അഹമ്മദിയായവർക്കും സ്ഥിരചിത്തത പ്രദാനം ചെയ്യുമാറാകട്ടെ. അമേരിക്കക്കാർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അവർ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം കേൾക്കുകയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരായി തീരട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.